2, 3, start. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ബാംബു ചിക്കൻ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മുടെ മുളയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ചിക്കൻ ഫില്ല് ചെയ്യാതെ നോക്കാം കേട്ടോ. അപ്പം നാടൻ വെളിച്ചെണ്ണ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മസാല മിക്സ് ചെയ്യാം കേട്ടോ. മസാലകളൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കനേ മസാല അത്യാവശ്യം പിടിച്ചേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുളം കുറ്റിയിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുളം കുറ്റി അത്യാവശ്യം നല്ല സൈസുള്ള മുളം കുറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, നിറച്ച് കൊടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഇത് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടയ്ക്കണേ. മുളംകുറ്റിയുടെ ഈ ഒരു ഭാഗേ നമുക്ക് വാഴയിൽ വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ. ചിക്കൻ പുറത്തേക്ക് വരരുത്, അതിനാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കനൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ നമ്മുടെ മുള വെച്ച് കൊടുക്കാം കേട്ടോ. സ്പേസ് കുറവാണ്, അപ്പോൾ രണ്ടെണ്ണം നിൽക്കും. അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. നമ്മുടെ ബാംബു ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം കരിഞ്ഞു പോയിട്ടുണ്ടോ അറിയില്ല. ഇത് നമുക്ക് നമ്മുടെ വാഴയുടെ ഇലയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചിക്കൻ പതുക്കെ തട്ടി കൊടുക്കാം കേട്ടോ. ബാംബു ചിക്കന്റെ കൂടെ കഴിക്കാൻ നമ്മൾ ബ്രെഡ് ആട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് കൊടുക്കുക. എന്നാ കഴിക്കല്ലേ? റെഡി, 1, 2, 3, start. ചുരുങ്ങണ്ടേ? അപ്പോഴേ നമ്മുടെ മുളയിൽ വെച്ച ചിക്കൻ കേട്ടോ കഴിക്കാൻ പോവാണ്. സംഭവം ഒരു മുളേൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്, സ്മെല്ലൊക്കെ വരുന്നുണ്ടേ. നമ്മളാ കുറ്റി കണ്ടപ്പോഴേ കരിഞ്ഞു പോയെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സംഭവം രസമുണ്ട്. Wow.